വെൽക്കം ടു സ്ട്രോംസ് റിപ്പയർ യൂട്യൂബ് ചാനൽ. ഇത് സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഡെഡാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈക്ക് ആണോ കുഴപ്പം, അല്ലെങ്കിൽ പവർ സപ്ലൈയുടെ പുറത്ത് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ, അതിന് ബോർഡ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഓൾറെഡി ഇതാരോ തുറന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് സംഭവം തുറന്ന് നോക്കിയപ്പോൾ മനസ്സിലായി. ഏതായാലും ഇനി ബോർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് ബോർഡിന്. ഇപ്പോൾ വേറെ തുരുമ്പിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ലോണം ക്ലീൻ ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ഏതായാലും വാഷൊക്കെ ചെയ്യണം നല്ല. അപ്പോൾ ഇനി ബോർഡിൽ എന്താണ് കംപ്ലൈൻ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡിൽ എനിക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ഇതാ ഇവിടെ ഒരു റെസിസ്റ്ററുണ്ട്. പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് LOTയുടെ പ്ലസ് ബിയിലോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് മിസ്സിങ്. അതാരോ ഊരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോർഡിൽ എന്തെങ്കിലും വിഷയം കാണും, അതായത് ബോർഡ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് ഊരിയെടുത്ത് കളഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിയതായിരിക്കാം. അപ്പോൾ ഏതായാലും അത് ഞാൻ വേറെ ഒന്നിവിടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിട്ടാൽ മാത്രമേ LOTയിലോട്ട്, അതായത് ഈ ഒരു വോൾട്ടേജ് വരികയും ഓസിലേഷൻ വരികയും ചെയ്യും. ഓക്കെ, HOട്ടിലൊക്കെ വോൾട്ടേജും കൂടെ എത്തും. അപ്പോൾ ഇത് എന്തിനാണ് ഊരി മാറ്റിയെന്നറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു LOTക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ HOട്ട് പോകുന്ന കംപ്ലൈൻറ്റോ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഊരി മാറ്റിയത്. ഇപ്പോൾ പവർ സപ്ലൈ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ 131 കാണിക്കുന്നുണ്ട്. 131 ഒരു ഹൈ വോൾട്ടേജാണ്. ഏതായാലും ഈ റെസിസ്റ്റർ ഇട്ടിട്ട് ഒന്നുകൂടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോർമൽ പവർ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഒരു 125, 126, മാക്സിമം 126, 125. അതിനപ്പുറം കൂടിക്കഴിഞ്ഞ ഓസിലേഷൻ ഹൈ ആണ്. അത് LOT കംപ്ലൈൻ്റ് ആവും, HOട്ടൊക്കെ കംപ്ലൈൻ്റ് ആവും. റെസിസ്റ്റർ ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു പഴയ ബോർഡിൽ നിന്ന് തന്നെയാണ് ഇതെടുത്തത്. സാംസങ്ങിൻ്റെ ഒരുപാട് ബോർഡുണ്ട്, അപ്പോൾ അതിലൊന്നാണ് ഈ റെസിസ്റ്ററുകളാക്കിയിട്ടത്. ഇനി ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ HOട്ടിൻ്റെ കാലും കൂടെ ഒരു കാല് ഊരി ഇവിടെയാണ്. വേറൊന്നുമില്ല, പെട്ടെന്ന് ഓസിലേഷൻ വന്ന ഹൈ ആണെങ്കിൽ അത് ട്യൂബും കൂടെ ഒക്കെ കംപ്ലൈൻ്റ് ആയി പോകും. ബോർഡിൽ വേറെ കമ്പോണൻസൊക്കെ കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ടാണ് HOട്ടിൻ്റെ കാലെന്ന് ഡീസോൾഡർ ചെയ്ത് വിടുന്നത്. ഇപ്പോൾ TV ഇതാ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ വോൾട്ടേജ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഷോർട്ടാണ്, അവിടെ ഷോർട്ടായി. അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ അവിടെ സോൾഡർ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ഷോർട്ടാവുന്നുണ്ട്. എന്തോ ഷോർട്ടാണ് അവിടെ ആ ഒരു സെക്ഷൻ. എന്തായാലും HOട്ടല്ല, LOT ആവാനാണ് സാധ്യത. ഇവിടെ ആ റെസിസ്റ്റർ ഊരി വിട്ടിട്ട് ഇതാ ഒന്നുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ, TV ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ആ ഒരു വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അതേസമയം ആ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് വെച്ചിട്ട് ചെക്ക് ചെയ്താൽ ആ വോൾട്ടേജ് അവിടെ മിസ്സിങ് ആണ്. LOT കംപ്ലൈൻ്റ് ആണ്, LOT ഷോർട്ട് ആയതാണ്. എനിക്ക് തോന്നുന്നു പവർ സപ്ലൈ ഹൈ ആയിട്ടാണോ ഷോർട്ട് ആയതെന്ന് ഒരു ഡൗട്ടുണ്ട്. അത് ഏതായാലും വേറെ LOT ഇട്ട് ഈ റെസിസ്റ്ററിനെ എടുത്ത് അകത്തിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ഒരു പൊട്ടിയ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പുതിയ LOT ആയിരുന്നു കിടന്നത്. അപ്പോൾ അതിലൊന്ന് ആ ഒരു പുതിയ LOT എടുത്ത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് HOട്ടിൻ്റെ അടുത്തുള്ള 2 ഡിസ്കും വേറെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റെസിസ്റ്ററും കൂടെ അത് വേറെ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇനി TV ഓൺ ചെയ്ത് ബോർഡ് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഇതാ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ആൾറെഡി ഓസിലേഷൻ വന്നിട്ടുണ്ട്, അതെനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതാ 131 കാണിക്കുന്നത് പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇങ്ങനെ ഓസിലേഷൻ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പടമൊക്കെ കാണാൻ പറ്റും. മാക്സിമം കൂടിപ്പോയാൽ കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമായിട്ട് സംഭവം TV ഓടും. എന്നിട്ട് ചിലപ്പോൾ HOട്ട് അടിക്കും, അതല്ലെങ്കിൽ LOT ഷോർട്ടായി പോകും. ഓക്കെ, ചിലത് പവർ സപ്ലൈ ഹൈ ആയാലും LOT കംപ്ലൈൻ്റ് ആയി പോവാം. അപ്പോൾ എനിക്കങ്ങനെ LG കിട്ടിയിട്ടുണ്ട്, ഈ സാംസങ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 160 വോൾട്ടിൻ്റെ കപ്പാസിറ്ററുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു റെസിസ്റ്ററുണ്ട്, 123K ഓം റെസിസ്റ്ററുണ്ട്. ഈ റെസിസ്റ്ററിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതേപോലെ
ഈ പവർ സപ്ലൈ വോൾട്ടേജ് ഹൈ ആയിട്ട് കാണിക്കും. 122, 125, 126 വോൾട്ടേജ് വരാനുള്ളതിന് 131 കാണിക്കും. 131 ഹൈ വോൾട്ടേജാണ്. മാക്സിമം പോയ 125, അതാണ് നോർമൽ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും ചെക്ക് ചെയ്യാറില്ല അങ്ങനെ വലുതായിട്ട്. ഊരി എടുത്തിട്ട് വേറെ പുതിയതിടും. ഇപ്പോൾ ഇവിടെ 123K ഓം റെസിസ്റ്ററാണ്. അപ്പോൾ അതിന് പകരം 120K ഓം റെസിസ്റ്ററാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് വേറെ കുഴപ്പമില്ല. അല്ല, ചിലവർ മോഡികളും വയ്ക്കും, പവർ സപ്ലൈ മോഡികളും. അത് 3 പേരുള്ള മോഡികളും വയ്ക്കും, 5 പേരുള്ള മോഡികളും വയ്ക്കും. ഞാൻ അങ്ങനെ മോഡികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ഒരു റെസിസ്റ്റർ മാത്രം മാറ്റിയിടാൻ പോവുകയാണ്. 120K ഓം റെസിസ്റ്ററാണ്. ഇതിലുള്ള ഒരു റെസിസ്റ്റർ എടുത്തിട്ട് അവിടെ സോൾഡർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഈ വോൾട്ടേജ് അങ്ങ് കറക്റ്റ് ആയിക്കോളും. പിന്നെ ചില ടി വികളിൽ ഈ റെസിസ്റ്റർ കൊണ്ട് നിൽക്കില്ല, വേറെ കംപ്ലയിൻസ് കാണും. വേറെയും കോമ്പണൻസ് ഫോൾട്ടായ പവർ സപ്ലൈ ഹൈ ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ചാൻസ് ഒരു 90% ചാൻസ് ഈ റെസിസ്റ്റർ മാറ്റുമ്പോഴത്തേക്കും ഈ ഒരു കംപ്ലയിൻറ്റ് മാറുമെന്നാണ് ചാൻസ്. അതായത് പവർ സപ്ലൈ വോൾട്ടേജ് നോർമലായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ചാൻസ് കൂടുതൽ. പിന്നെ മറ്റൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതിൽ പ്രവർത്തിക്കുന്ന പോലെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ക്ഷമിക്കുക. ഓക്കെ, പിന്നെ ചാനലിൽ വേറെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നോർമൽ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചാനൽ 2K അടുപ്പിച്ച് ആവാറായി, 2000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അടിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ റെസിസ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ട്. 120K ഓം റെസിസ്റ്ററാണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ ഇതിൽ കിടന്നത് 123K ആണ്. 120K ഇപ്പോൾ ഇടാൻ കുഴപ്പമില്ല, പുതിയ റെസിസ്റ്ററാണ് ഇട്ടിരിക്കുന്നത്. ഇനി ടി വി ഓൺ ചെയ്തിട്ട്, അതായത് ബോർഡ് ഓൺ ചെയ്തിട്ട് പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ 122 വോൾട്ട് കാണിക്കുന്നുണ്ട്, നോർമൽ വോൾട്ടേജ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്ട്രോംസ് റിപ്പയർ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ ചാനലിൽ ഈ ഒരു വീഡിയോസ് മാത്രമല്ല, ഷോർട്സ് ആയിട്ടും നോർമൽ വീഡിയോ ആയിട്ടും വേറെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അതൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.